ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് അസന്നിഗ്ധമായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെ നേരിട്ട് തന്നെ ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനി ഉത്തരവിട്ടു. ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖമൈനി ആക്രമണത്തിന് ഉത്തരവിട്ടത്. ഇറാൻ എത്ര ശക്തമായി തിരിച്ചടിക്കും എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ടെൽ അവീവിനും ഹൈഫയ്ക്കും സമീപം ഡ്രോൺ മിസൈൽ സംയോജിത ആക്രമണമാണ് ഇറാൻ സൈനിക കമാൻഡർമാരുടെ പരിഗണനയിലുള്ളത്. ഇറാൻ കമാൻഡർമാർ അതിന് തയ്യാറെടുക്കുകയാണ്. ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ഇറാനിയൻ ആണവശാസ്ത്രജ്ഞരും സൈനിക കമാൻഡറും ഉൾപ്പെടെ നിരവധി ശത്രുക്കളെ ഇസ്രായേൽ നേരത്തെ വധിച്ച ചരിത്രമുണ്ട്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രതികാരമായി ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ മിന്നൽ മിസൈൽ ആക്രമണം നടത്തി. യമൻ, സിറിയ, ഇറാഖ് എന്നിവയുൾപ്പെടെ സഖ്യ സേനകളുടെ സഹായത്തോടെ ആക്രമണം നടത്താനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത്. ഹനിയയുടെ മരണത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ ഇറാൻ നേരിട്ട് തിരിച്ചടിക്കുമെന്ന് തന്നെ ഖമൈനി പറഞ്ഞതോടെ യുദ്ധം രൂക്ഷമാകുകയാണ്. ഹനിയയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് ഖമൈനി പറഞ്ഞു. ഹനിയ വധത്തിന് കഠിനമായ ശിക്ഷ ഇസ്രായേലിന് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ മിന്നൽ ആക്രമണങ്ങൾ തുടർന്നു വരുന്നു. ഇതുവരെ 11 ഇസ്രായേൽ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ള. ഇറാൻ നിർമ്മിത മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഈ 11 ഇസ്രായേൽ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ള അതിവേഗം പ്രവർത്തിച്ചിരിക്കുന്നു. അവർ പറഞ്ഞിരുന്നു, ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഞങ്ങൾ തിരിച്ചടിക്കും, അത് താങ്ങാൻ ഇസ്രായേലിന് ആവില്ല എന്ന്. ഇനിയിപ്പോ ഇറാൻ ഇവരെയൊക്കെ കൂട്ടി ഒരു യുദ്ധത്തിന് ഇറങ്ങും. കാരണം ഖൊമൈനി ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതായിരിക്കും. കുറെ ക്ഷമിച്ചു ഇറാൻ, പക്ഷേ അവരുടെ ക്ഷമയ്ക്കും അപ്പുറത്തായി ഈ ഇസ്രായേൽ എന്ന യുദ്ധ വെറിയന്മാരുടെ രാജ്യം ഇസ്മായിൽ ഹനിയെ കൊന്നത് ലോകത്തെ നടുക്കിയിരിക്കുന്നു. പലസ്തീനിയായി ജനിച്ചതിൽ അഭിമാനം കൊണ്ട ഇസ്മായിൽ ഹനിയ, ഹമാസ് പോരാളികൾക്ക് താങ്ങും തണലുമായ ഇസ്മായിൽ ഹനിയ, അദ്ദേഹത്തെ വധിക്കാൻ ഒരുപാട് പ്രാവശ്യം ഇസ്രായേൽ ശ്രമിച്ചു. പലപ്പോഴും തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ പോലും അദ്ദേഹം അചഞ്ചലനായി നിന്നു. പാലസ്തീനുകളാണ് അവരെല്ലാം പാലസ്തീന്റെ രക്തസാക്ഷികളാണ് എന്നാണ് ഹനിയ പറഞ്ഞത്. ആ ഹനിയയാണ് ഇസ്രായേൽ ചതിയിലൂടെ കൊന്നിരിക്കുന്നത്. അതും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച്. അത് ഇറാന് വലിയ തിരിച്ചടിയാണ്. എന്തായാലും ഇറാൻ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നു, യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. മറുവശത്ത് 11 ഇസ്രായേൽ കേന്ദ്രങ്ങൾ ഭസ്മമാക്കിയിരിക്കുന്നു ഹിസ്ബുള്ള.